അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ചോദിച്ച ആ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഇബ്ലീസ് ത്വരീഖത്തുകാർ പരമാവധി മുങ്ങാൻ ശ്രമം നടത്തി. പക്ഷെ നമ്മളുണ്ടോ സമ്മതിക്കുന്നു? ചെവിക്ക് പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി മറുപടി പറയടാ എന്ന് പറഞ്ഞപ്പോൾ ഗതികേട് കൊണ്ട് ഇബ്ലീസ് ത്വരീഖത്തിലെ വലിയ കോളാമ്പി കഴിഞ്ഞ ദിവസം നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞു എന്നു മാത്രമല്ല, നമ്മളോട് തിരിച്ച് 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. ആ 6 ചോദ്യങ്ങൾക്കും അക്കമിട്ട് നമ്മുടെ മറുപടിയും നമ്മുടെ ചോദ്യങ്ങൾക്ക് തന്ന മറുപടിയെക്കുറിച്ചുള്ള വിശകലനവുമാണ് ഈ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വീഡിയോ ഒരല്പം ദൈർഘ്യമുണ്ടായേക്കാം. എങ്കിലും പരമാവധി നിങ്ങൾ ഇത് മുഴുവനും കാണണം. ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ആദ്യം നമ്മുടെ ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടിയെക്കുറിച്ചുള്ള വിശകലനം നടത്താം. എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, നീ പറഞ്ഞില്ലേ തൗബ ചെയ്താൽ സ്വീകരിക്കും എന്ന് തുഹ്ഫയിലുണ്ട് എന്ന്. നിനക്കത് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? തുഹ്ഫ പോട്ടെ, ഇബ്നു ഹജറിൽ ഹൈത്തമി റഹിമഹുള്ളയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഇബ്ലീസ് തൗബ ചെയ്യുമെന്ന് മഹാനവറുകൾ എഴുതിയ ഒരു വരി നിനക്ക് വായിക്കാൻ പറ്റുമോ? അതിന് ഈ കാട്ടുവളപ്പിൽ നൗഷാദ് കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി ഒന്ന് കേൾക്കണ്ടേ? എന്താ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? തൗബയെ കുറിച്ച് പറഞ്ഞിടത്ത് യുസ്തസ്ന അർബഅത്തു കുഫാർ, 4 ആളുകളെ തൗബയിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യുന്നുണ്ട്. ലാ തുഖ്ബലു തൗബത്തുഹും, അവരെ തൗബ സ്വീകരിക്കില്ല. ഒന്നാമത്തെ ആൾ ഇബ്ലീസാണ്, രണ്ടാമത്തെ ഹാറൂത്താണ്, പിന്നെ മാറൂത്താണ്. ആഖിർ സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ കൊന്നാളാണ്. ഇത് പറഞ്ഞിട്ട് ഖാല ബഅദുഹും, തുഹ പറയാ, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലഅല്ലൽ മുറാദ, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാഹ് എല്ലാ തൗബയും സ്വീകരിക്കണവനാണല്ലോ, അതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. അല്ലാഹ് ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൗബത്തുഹു അൻ യസ്ജുദ ലിഖബരിയാദെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് തൗബ സ്വീകരിക്കൂല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാലബഅദും ചിലർ പറഞ്ഞു ലഅല്ലൽ മുറാദ അന്നഹും ലാ യതൂബൂൻ, എന്തുകൊണ്ട് സ്വീകരിക്കൂല? അവര് തൗബ ചെയ്യൂല, അതുകൊണ്ട് സ്വീകരിക്കൂല. അപ്പൊ അതിന്റെ മഫ്ഹൂമാണിത്, തൗബ ചെയ്താൽ സ്വീകരിക്കും. ആർക്കാ പറയാത്ത? അപ്പൊ തൗബ സ്വീകരിക്കൂല, കാരണം തൗബ ചെയ്യൂല പഹയന്മാര്, അതിന് തൗഫീഖ് ഉണ്ടാവില്ല. ഉണ്ടാകണി സ്പെഷ്യൽ ഇടപെടൽ വരണല്ലോ, അത് വരണമെങ്കിലും ആണല്ലോ വല മുമ്പിൽ നിന്ന് കൊടുക്കുക. അത് ചെയ്യാത്തത് കൊണ്ട് സ്വീകരിക്കൂല, അതാ തുഹ്ഫ. അപ്പൊ ഇബ്ലീസ് തൗബ ചെയ്യുമെന്നാണോ ഇതിൽ നിന്ന് കിട്ടിയത്? ഇനി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തുടർന്ന് നടത്തുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ ഞാനൊന്ന് ഇടപെട്ടതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഭാഗം അത്രയും കേട്ടതിൽ നിന്ന് ഇബ്ലീസ് തൗബ ചെയ്യുമെന്നോ ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കുമെന്നോ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒന്ന് തുഹ്ഫയിലില്ല. ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെയോ തൗബ ചെയ്താൽ സ്വീകരിക്കുമെന്നാണ് അതിൻ്റെ മഫ്ഹൂം, അതിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് എന്നൊക്കെ മൂപ്പര് സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തു. നമ്മുടെ ചോദ്യം ഇബ്ലീസ് തൗബ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഒരു വരി വായിക്കാനാണ്. അത് വായിച്ചിട്ടില്ല. ഇനി തുടർന്ന് പറയുന്ന ബാക്കി വെട്ടിപ്പും തട്ടിപ്പും കൂടി ഒന്ന് കേട്ടു നോക്ക്. ഓന്താക്കാണെന്നറിയോ? അവിടെ കാലബഅദുഹും എന്നാണ് പറഞ്ഞത്. കാലബഅദുഹും എന്നിടത്ത് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് വഖൂലു ബൽ ഹുവ അലാ ളാഹിരിഹി ഫീ ഇബ്ലീസ്, ഇബ്ലീസിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വെക്കണ്ട, അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥാണ് എന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിടിച്ചോടെ? വഖൂലു എന്ന് പറഞ്ഞ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കാലബഅദുഹും എന്നിടത്തേക്കല്ല. അത് എടുക്ക, അതാ ഖീല മുതൽ പറഞ്ഞെടുത്തേക്കാണ്. ഖീല മുതൽ പറഞ്ഞെടുത്തേക്കാ പറയുന്നത്. 4 ആളുകൾക്ക് തൗബ ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഒരു തൗബ ചെയ്യാത്തത് കൊണ്ട്. അതിന്റെ മൊത്തത്തിൽ മൂപ്പര് പറയാണ് ഇബ്ലീസിന്റെ കാര്യത്തിൽ ഓൻ തൗബ ചെയ്യൂല, അതുകൊണ്ട് തൗബ സ്വീകരിക്കൂല. അതേ സമയത്ത് പിന്നീട് എണ്ണിയ ഹാറൂത്തും മാറൂത്തൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്, അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുഹ്ഫ വായിച്ചത് അന്തല്ലാതെ വായിച്ചതാ. അന്തമില്ലാതെ വായിച്ചു പഠിച്ചത് ആരാണെന്നൊക്കെ ഞാൻ തെളിയിച്ചു തരാം. ഇപ്പൊ ഇവൻ അവസാനം പറഞ്ഞത് എന്താണ്? ഹാറൂത്ത് മാറൂത്ത് തൗബ ചെയ്തിട്ടുണ്ട്, അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. ഭൂലോക മണ്ടത്തരം. അങ്ങനെ ഒരു വരി തുഹ്ഫയിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയോ? അതിന്റെ ശറഹെങ്കിലും ഒന്ന് വായിച്ചു നോക്കട്ടെ. നോക്കൂ നിങ്ങൾ, ബലില്ലദീ നസ്സു അലൈഹി എന്നല്ല, അതിൻ്റെ മേൽ നസ്സായി അവർ പറഞ്ഞിരിക്കുന്നു അന്ന കുല്ലം മിൻ ഇസ്യാനിഹിമ, ആ ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകളുടെ പാപം, വ തഅദീബിഹിമ, അതുപോലെ അവരെ ശിക്ഷിക്കലും, ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കലും, സൂരിയുൻ, അതൊരു മോഡലാണ്. ഫലാ മഅസിയത്ത ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. ഫലാ തൗബത്ത, അപ്പോൾ അവർക്ക് തൗബ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇവൻ എന്താ പറഞ്ഞത്?
അവർ തൗബ ചെയ്തു, അവർക്ക് പുറത്തു കൊടുത്തു എന്നൊക്കെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞെന്ന്. ഇതാണ് ഇവൻ്റെ അന്തത്തോടു കൂടിയുള്ള ഓതൽ. എങ്ങനുണ്ട്? എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല ഇബ്ലീസ് തൗബ ചെയ്യുമെന്നോ തൗബ ചെയ്താൽ സ്വീകരിക്കുമെന്നോ തുഹ്ഫയിൽ നിന്ന് ഇവൻ വായിച്ചതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കേട്ടില്ല. പിന്നെ ഇവൻ ദുർവ്യാഖ്യാനിച്ചതാണ്. എന്താ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? ഖീല, പറയപ്പെട്ടിരിക്കുന്നു, യുസ്തസ്ന അർബഅത്തു കുഫാരിൻ, 4 കാഫിറുകളെ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതാണ്. ലാ തുഖ്ബലു തൗബത്തുഹും, അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്ലീസ്, ഹാറൂത്ത്, മാറൂത്ത്, ആക്കിറു നാഖത്തി സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകത്തെ അറുത്തവൻ, ഈ 4 പേരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഖാല ബഅ്ദുഹും, ഇബ്നു ഹജർ തങ്ങൾ എന്നിട്ട് പറയാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ, തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ തൗബ ചെയ്യുകയില്ല എന്നതായേക്കാം. ഇതാണിപ്പോൾ ഇവന് കിട്ടിയ ഏറ്റവും വലിയ തെളിവ്. അല്ലാതെ ഇബ്നു ഹജർ തങ്ങൾ അവർ തൗബ ചെയ്യൂല എന്നോ തൗബ ചെയ്താൽ സ്വീകരിക്കും എന്നൊന്നും അവിടെ ഇല്ല. ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം പറയുന്നത് നോക്കൂ. വ അഖൂലു, ഞാൻ പറയുകയാണ്, ബൽ എന്നല്ല. ആദ്യം പറഞ്ഞതിനെ മഹാനവറുകൾ ഖണ്ഡിക്കുകയാണ്. എന്താ പറയുന്നത്? ഹുവ അലാ ലാഹിരിഹി, ആ പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെയാണ് അതെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ലാ തുഖ്ബലു തൗബത്തുഹും എന്ന് പറഞ്ഞല്ലോ, അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. ഇനി അതിന് വേറെ മുറാദുകൾ, വേറെ ഉദ്ദേശമൊന്നും വെച്ചു കൊടുക്കണ്ട. അതിൻ്റെ ലാഹിറിൽ തന്നെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഫി ഇബ്ലീസ്, ഇബ്ലീസിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇബ്ലീസിൻ്റെ വിഷയത്തിൽ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടില്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയതിനെയാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവൻ ദുർവ്യാഖ്യാനിച്ചത്. എന്നിട്ട് പറയുന്നു, വലൈസ ബി സ്വഹീഹിൻ ഫി ഹാറൂത്ത് വ മാറൂത്ത്, ഹാറൂത്ത് മാറൂത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ശരിയുമല്ല. ബലില്ലദീ ദല്ലത്ത് അലൈഹി ഖിസ്സത്തുഹുമുൽ മുസ്നദ ഖിലാഫൻ ലിമൻ അൻകറ ദാലിക, ചില ആളുകൾ എതിർപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ കഥയിൽ വന്നിട്ടുള്ള കാര്യം അറിയിക്കുന്നത് അന്നഹും ഇന്നമാ യുഅദ്ദബൂന ഫിദ്ദുനിയാ ഫഖത്ത്, അവർ ദുനിയാവിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ്. വ അന്നഹും ഫിൽ ആഖിറത്തി യകൂനൂന മഅൽ മലായികത്തി ബഅദ റദ്ദിഹിം ഇലാ സിഫാത്തിഹിം, പരലോകത്ത് അവരെ അവരുടെ യഥാർത്ഥ വിശേഷണത്തിലേക്ക് മടക്കിയതിന് ശേഷം അവർ മലക്കുകളോടൊപ്പമായിരിക്കും എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയാൻ. ഇനി ആ ദുനിയാവിൽ വെച്ച് മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ അതിൻ്റെ ഷറഹിൽ നിന്ന് വായിച്ചു തന്നതും. അവർ സത്യത്തിൽ പാപമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് തൗബയുമില്ല എന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ല, ഒരന്തവുമില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ആ മൊയ്ലിയാരുടെ സകല ഡീറ്റെയിൽസും നീ പുറത്തുവിട്. അയാളോട് ചോദിച്ച ചോദ്യം അത് വാട്സപ്പിലാണെങ്കിൽ ആ വോയിസ് നോട്ട് ഉൾപ്പെടെ അയാളുടെ നമ്പർ സഹിതം നീ പുറത്തുവിട്, ഞാനൊന്ന് കാണട്ടെ. ഞാൻ തുഹ്ഫ വായിച്ചത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൂട്ടത്തിലുള്ള കുഞ്ഞാടുകളെങ്കിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു കള്ളക്കഥയുണ്ടാക്കി. അത് കള്ളക്കഥയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ചോദിച്ചു അയാളുടെ തെളിവ് പുറത്തുവിടാൻ. അതിൻ്റെ മറുപടി ഒന്ന് കേൾക്കണ്ടേ? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് തൂഫ കിട്ടൂല എന്ന് ഏത് ഉസ്താദാ പറഞ്ഞു? ആക്കി ഈ വിഷയത്തിൽ പെട്ടതാണ്. അതൊന്നും പറയാൻ സൗകര്യമില്ല. ഞങ്ങളോട് ആരൊക്കെ വിളിക്കും? എന്നോട് പറയാനാ? എന്നോട് പറയണം. കാരണം എൻ്റെ പേര് ചേർത്തിട്ടാണ് ആ ആരോപണം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കറിയണം, ആ മൂല്യാരോട് എനിക്ക് ചോദിക്കണം, ഞാൻ തുഹ്ഫ വായിച്ചതിൽ എന്താ കുഴപ്പമെന്ന്. എന്നിട്ട് ആ മൂല്യാരെ കൊണ്ട് വായിപ്പിക്കണം. നിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കണമായിരുന്നു. നീ ഇത് മൈക്ക് കെട്ടി പറഞ്ഞതാണ്. പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നത്. അത് എന്നെക്കുറിച്ചൊരു ആരോപണമായി പറഞ്ഞതാണ്. അത് തെളിയിക്കേണ്ട ബാധ്യത നിനക്കാണ്. അപ്പം അത് വിഷയത്തിൽ പെട്ടതാണ്. മറുപടി പറയാൻ കുറച്ച് പുളിക്കും. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. നീ ഈ പറയുന്ന നിന്നെ അവർ വിളിച്ച് ഇവർ വിളിച്ച് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ശുദ്ധമായ കളവാണ്. പച്ച നോണ പറഞ്ഞിട്ട് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ പറയാണ് അതൊന്നും വിഷയത്തിൽ പെട്ടതല്ല. ഇനി എൻ്റെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? എൻ്റെ മൂന്നാമത്തെ ചോദ്യം, ഇമാം ഷഅറാനി റഹിമഹുല്ല ഇബ്ലീസ് നന്നാകാൻ ആ ഹദീസ് മതി എന്ന് പറയുന്ന ഒരൊറ്റ വാചകം നിനക്ക് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ നൗഷാദെ? എന്നിട്ട് ഇവൻ പറഞ്ഞ മറുപടിയോ കേട്ടു നോക്കാം. ഇനി ഇമാം ഷഅറാനി തങ്ങളുടെ വാക്ക് അയ്യെന്നെ വായിച്ചതല്ലേ,
ഷഹറാനി ഇമാമ് ഇബ്ലീസിന്റെ വിഷയത്തിൽ പറഞ്ഞത് അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതിലൊന്ന് ആ ഹദീസിന്റെ വായന അനുസരിച്ചാണ്. അത് ഞാൻ പറയണ്ടല്ലോ, അതിന്റെ ഉത്തരവ് ഈ പറഞ്ഞതന്നല്ലേ. അതുകൊണ്ട് തന്നെ വായിച്ചു കൊടുക്കട്ടെ ഒന്ന്. കളവ് പറയാ. എന്താ ഇമാം ഷഹറാനി ആ പറഞ്ഞത്? ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ശൈത്വാൻ മുസ്ലിം ആകുമോ ഇല്ലയോ? ശൈത്വാൻ മുസ്ലിം ആകില്ല എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. അവർക്ക് തെളിവെന്താണ്? ഈ ഹദീസാണ്. ആ ഹദീസിൽ ഫഅസ്ലമു എന്നാണ് വായിക്കേണ്ടത് എന്നാണ് അവർ പറയുന്ന തെളിവ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ വായിച്ചു കിടന്നു. അസ്ലമ എന്നാണോ വായിക്കേണ്ടത്, അസ്ലമു എന്നാണോ വായിക്കേണ്ടത്? ഷഹറാനി ഇമാമിന്റെ അൽ ജവാഹിർ വദ്ദുറർ. അപ്പൊ അതില് അസ്ലമ എന്ന് വായിക്കുന്നവർ ഇബ്ലീസ് മുസ്ലിമാകും എന്നതിന് അത് തെളിവാക്കിയിട്ടുണ്ട്. അതാണ് അവരുടെ ഖിലാഫിന്റെ മാനദണ്ഡം. ഇതൊക്കെ എത്ര വായിച്ചെന്നതാ എന്നെ വായിച്ചതുമല്ലേ? ഞാൻ വായിച്ചതിൽ എന്തായാലും ഇബ്ലീസ് മുസ്ലിമാകുമെന്ന് ഷഹറാനി ഇമാമ് പറഞ്ഞു എന്ന ഒരു വാക്കില്ല. നിങ്ങൾ കേട്ടോ? ഇവൻ പറഞ്ഞു ഷഹറാനി ഇമാമ് പറഞ്ഞിട്ടുണ്ട് ഇബ്ലീസ് മുസ്ലിമാകുമെന്ന്. എന്നാൽ ഇവൻ ഇബാറത്ത് വായിച്ചോ? അതും ഇല്ല. തട്ടിപ്പാട് എന്ന് പറഞ്ഞാൽ മറുപടിയില്ല എന്ന് ചുരുക്കം. ഇബ്ലീസ് മുസ്ലിമാകുമെന്ന് മഹാനവറുകൾ പറഞ്ഞ ഇബാറത്ത് വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് പോലും. ഞാൻ എത്രയോ വായിച്ചിട്ടുണ്ട് ഇബ്ലീസ് മുസ്ലിമാകില്ല എന്ന് മഹാനായ ഇമാം ഷഹറാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയത്. എന്നിട്ട് എൻ്റെ ക്ലിപ്പ് കാണിച്ചതിൽ നിങ്ങൾ ആരെങ്കിലും ഇബ്ലീസ് മുസ്ലിമാകുമെന്ന് ഞാൻ പറഞ്ഞ ഭാഗം കേട്ടോ? ഇല്ല. ഇവൻ വായിച്ചോ? ഇല്ല. എന്താ ഇമാം ഷഹറാനി റഹിമഹുല്ലയ്ക്ക് ആ പറഞ്ഞ ഹദീസിൽ തന്നെ ഉള്ള അഭിപ്രായം? നോക്കൂ നിങ്ങൾ, അസ്ലമ എന്ന് വായിക്കുന്നതും അസ്ലമു എന്ന് വായിക്കുന്നതും ഒക്കെയായ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് മഹാനവറുകൾ പറയാൻ ലി അന്ന കലാമന, നമ്മുടെ സംസാരം ഇന്നമാഹുവ ഫിൽ ഖരീൻ, മുസ്ലിമാവുക എന്ന് പറയുന്നത് ഖരീനിൽ മാത്രമാണ്. നമ്മുടെയൊക്കെ കൂടെ ഒരു മലക്കും ഒരു ജിന്നും ഉണ്ടല്ലോ, ഒരു ശൈത്വാൻ. ആ ശൈത്വാനിൻ്റെ വിഷയത്തിൽ മാത്രമേ ഈ മുസ്ലിമാവുക എന്ന് പറയുന്നത് സംഭവിക്കുകയുള്ളൂ. ലൈസ ഹുവ ഫി ശൈത്വാനിൽ അക്ബർ സ്വാഹിബിൽ മർത്തബത്തി ബി ഇജ്മാ. അത് വലിയ ശൈത്വാൻ, വലിയ സ്ഥാനമുള്ള ശൈത്വാൻ, അത് ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ വിഷയത്തിൽ മുസ്ലിമാവുക എന്ന ഒന്നില്ല. ബി ഇജ്മാഇൻ, അത് ഇജ്മാ ആണ് എന്നാണ് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയത്. ആ മഹാനവറുകളുടെ പേരിലല്ലേ പച്ച നുണ പറയുന്നത്? എന്നിട്ട് പറയുന്നതോ ഷഹറാനി ഇമാം ഞങ്ങളുടെ നേതാവാണ് എന്നാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിനും മറുപടിയില്ല, തട്ടിപ്പും വെട്ടിപ്പും മാത്രം. ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യം എന്താണ്? സ്പെഷ്യൽ ഇടപെടലുണ്ടായാൽ ഇബ്ലീസും മുസ്ലിമാകുമെന്ന്. ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണവും നിങ്ങൾക്കറിയാം. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സ്പെഷ്യൽ ഇടപെടൽ, സ്പെഷ്യൽ ഇടപെടൽ. ഇതിന് തെളിവെന്താ എന്നാ ഞാൻ ചോദിച്ചത്. തെളിവ് കേട്ടു നോക്ക്. പിന്നെ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് സാധ്യമാകും എന്നതിന് ആയത്തടക്കം ഞാൻ പറഞ്ഞു. പകരയുടെ പ്രസംഗം വെച്ച് തന്നു, റിഫായി മാല പാടി തന്നു. അതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ ഇടപെടൽ വരും എന്നതിന് അഹ്ലുസുന്നയുടെ രേഖകൾ. അഹ്ലുസുന്നയുടെ രേഖകളല്ല, ഇബ്ലീസ് ത്വരീഖത്തിന്റെ രേഖകൾ. ഇപ്പൊ ഇതാണത്ര വലിയ തെളിവ്. റബ്ബുഹുമാ ഖൈറം മിൻഹു എന്ന് ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ? അതാണത്ര സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് മാറ്റും എന്നതിന് തെളിവ്. എന്താ തെളിവ്? ഒരു കുട്ടിയെ ഖിളിർ അലൈഹിസ്സലാം കൊന്നുകളഞ്ഞു. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഇവൻ വലുതായി വരുമ്പോൾ, ഇവന്റെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്, ഇവൻ വലുതായി വരുമ്പോൾ അവരെ പിഴപ്പിച്ച് കളയാനൊക്കെ സാധ്യതയുണ്ടെന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് റബ്ബ് അവർക്ക് വേറെ ഇതിനേക്കാൾ ഹൈറായത് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചു എന്നതാണ് സ്പെഷ്യൽ ഇടപെടൽ. ഖിളിർ അലൈഹിസ്സലാമിൻ്റെ സ്പെഷ്യൽ ഇടപെടലാണോ അത് സത്യത്തിൽ? എൻ്റെ ചങ്ങാതി വെള്ളിയാഴ്ച എങ്കിലും അൽക്കഹഫ് ഒന്ന് ഓതണ്ടേ? അപ്പോഴും ഇങ്ങനെ മുട്ടിപ്പാടി ഡാൻസും കളിച്ചിരുന്നാൽ മതിയോ? ആ അൽക്കഹഫിൽ തന്നെ പറയുന്നത് കാണാം, ഖിളിർ അലൈഹിസ്സലാം വമാ ഫഅൽതുഹു അൻ അംരി, എന്നോട് കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞതാണ് കൊന്നുകളയാൻ. ഇതാണത്ര വലിയ തെളിവ്. അല്ലാഹു തആല അവൻ്റെ ഓർഡർ പ്രകാരം ഖിളിർ അലൈഹിസ്സലാം ചെയ്തത് എന്ത് സ്പെഷ്യൽ ഇടപെടലാ ചങ്ങാതി? പൊട്ടത്തരം പറയാ. പിന്നെ റിഫായി മാല പാടിത്തന്നു. റിഫായി മാലയിലുള്ളത് എന്താ? നിങ്ങൾ ആ ചെക്കൻ പാടിയതുപോലെ മടവൂരിൻ്റെ കൊടി ഇബ്ലീസും പിടിക്കും എന്നാണോ റിഫായി മാലയിലുള്ളത്? ഇബ്ലീസിനോട് നീ നന്നാക്, എങ്കിൽ നിന്നെ ഞാൻ പഴയതുപോലെ എത്തിക്കാമെന്നാണ്. ഇബ്ലീസിനോട് നന്നാകാൻ പറയാൻ, അല്ലാതെ ഇബ്ലീസിനെ നന്നാക്കി കൊടുക്കല്ല.
പക്ഷേ ഈ ചെക്കൻ പാടിയ പാട്ടെന്താ? വേണ്ടി വന്നാൽ ഇബിലീസും മടവൂരിൻ്റെ കൊടി പിടിക്കുമെന്നാണ്. ഇത് രണ്ടും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് ചങ്ങാതി. മറ്റേത് റിഫായി ഷെയ്ഖ് പറയുന്നത് നീ എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാനാക്കി തരാമെന്നാണ്. അപ്പം അനുസരിക്കുക എന്നത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ അങ്ങനല്ല. വേണമെങ്കിൽ ഇബിലീസ് മടവൂരിൻ്റെ പൊടി പിടിക്കും എന്നാ പറഞ്ഞത്. ഇത് ഈ വ്യത്യാസം മനസ്സിലാക്കാതെ ഇതാണത്ര സ്പെഷ്യൽ ഇടപെടലിന് തെളിവ്. ചുരുക്കി പറഞ്ഞാൽ അതിനും മറുപടിയില്ല. എൻ്റെ ചെക്കൈ ആവുന്ന പണിക്ക് നിന്നാ പോരെ. ഇനി എൻ്റെ 5ാമത്തെ ചോദ്യം എന്താ? പിന്നെയും നിന്നോട് ഞാൻ ചോദിച്ചു, നാളെ ആ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് ഇബിലീസ് എങ്ങാനും മുസ്ലിമായി എന്ന് സങ്കല്പിക്കുക. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം സാധാരണക്കാർക്ക് ഇതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. മറ്റേതൊക്കെ കിതാബുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിൻ്റെ വായനയും ഒക്കെയാണല്ലോ. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഈ പറയുന്ന ആശയത്തിൻ്റെ വഴികേട്, ഈ പറയുന്ന ആശയത്തിൻ്റെ നെറികേട് എത്ര വലുതാണ് എന്ന് പറഞ്ഞാൽ ഇബിലീസ് മുസ്ലിമായി കഴിഞ്ഞാൽ, ഇബിലീസ് മുസ്ലിം ആകാമെന്നാണല്ലോ പറയുന്നത് സ്പെഷ്യൽ ഇടപെടലുണ്ടെങ്കിൽ. ആ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് ഇബിലീസ് മുസ്ലിമായി കഴിഞ്ഞാൽ ഖുർആനിൽ ഇബിലീസിനെ കുറിച്ച് കുറേ ആയത്തുകളുണ്ട്. അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ നരകത്തിലാണ് എന്നൊക്കെയുള്ള ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊക്കെ എന്ത് ചെയ്യണം? ഇവൻ എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ? ഒന്നുകിൽ ആ ആയത്ത് ഓതണ്ട, വെട്ടിക്കളഞ്ഞേക്കാം എന്നാണെങ്കിൽ എന്താണ് ഈ സാധനങ്ങൾ എന്ന് ബോധ്യപ്പെടും. അല്ല, ആ ആയത്ത് ഓദിക്കോ എന്നാണെങ്കിൽ നന്നായ മടവൂരിൻ്റെ കൊടി പിടിച്ച എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശിയായ ഇബിലീസിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ ഇതിനൊരു മറുപടി നമുക്ക് കിട്ടണ്ടേ? ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം. ഇനി ഞങ്ങൾക്ക് കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കാണ്ട്. 4 ചോദ്യം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയോ? 5ാമത്തെ ചോദ്യത്തിന്റെ മറുപടി എവിടെ നൗഷാദേ? നീ അത് മുക്കിയോ? നീ അത് വിഴുങ്ങിയോ? എന്താ മറുപടി പറയാത്തത്? മറ്റേതൊക്കെ കുറെ നുണയെങ്കിലും പറഞ്ഞു എന്ന് വെക്കാം. ഇതിനെന്താ മറുപടി ഇല്ലാത്തത്? 5ാമത്തെ ചോദ്യം നീ കേട്ടില്ലേ? 5ാമത്തെ ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ ഒന്നുമില്ലേ നൗഷാദേ? ഇവന് 4 ചോദ്യങ്ങൾക്ക് എന്തൊക്കെയോ ഒപ്പിച്ചു പറഞ്ഞിട്ട് ഇനി നമ്മളോട് തിരിച്ചു ചോദിക്കാൻ 5ാമത്തെ ചോദ്യമല്ലേ ഇതിൽ പ്രധാനം? 5ാമത്തെ ചോദ്യമല്ലേ ഇതിൻ്റെ കാതല്? എന്താ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത്? നമ്മളോട് ചോദിക്കാനുണ്ടത്രേ. അപ്പോൾ ചുരുക്കി പറഞ്ഞ 5 ചോദ്യത്തിനും മറുപടിയില്ല. പിന്നെ 1-2 എണ്ണത്തിന് പറഞ്ഞു ഇവൻ്റെ തൊള്ളബെടായി. അത് പോക്കറ്റിൽ വെച്ചാൽ മതിയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. എനിക്ക് വേണ്ടത് ഇബാറത്തുകളാണ്, തെളിവുകളാണ്. മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാ വേണ്ടത്. അത് വായിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? വായിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഇബിലീസ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് പിഴച്ച വാദമാണ്. അത് മുസ്ലിമീങ്ങളുടെ വാദമല്ല, ഒരു ഇമാമും പഠിപ്പിച്ചതല്ല. അങ്ങനെ ഒരു ഇബാറത്ത് ഉണ്ടായിരുന്നെങ്കിൽ നൗഷാദ് എവിടെന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് മക്തബത്ത് ഷാമിലെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പലവട്ടം സെർച്ച് ചെയ്ത് ഒരു ഇബാറത്ത് വായിക്കില്ലായിരുന്നോ? ഇല്ല, വായിക്കാനില്ല. പിഴച്ച വാദമാണത്. എന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. ചോദിച്ചോളൂ. അതിനെങ്ങനെയാ മറുപടി പറയേണ്ടത് എന്നുകൂടി നൗഷാദെ ഒന്ന് കണ്ടുപഠിച്ചോ. അപ്പൊ 1ാമത്തെ ചോദ്യം കേട്ടോ. സാധ്യമാണ് തഹ്ഖീഖായ ഉറപ്പിക്കപ്പെട്ട അഭിപ്രായം അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്ം, ഈ ഇനത്തെ എണ്ണാതിരിക്കലാണ്. മിമ്മാ ലാ യുതാഖ്, കഴിയുന്ന കാര്യത്തിൽ എണ്ണണം, കഴിയാത്ത കാര്യത്തിൽ എണ്ണരുത്. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അസംഭവ്യമാണ് എന്ന് ആദ്യം പറഞ്ഞത് ബാത്തിലായില്ലേ? മറുപടി പറയാമല്ലോ. സിമ്പിൾ അല്ലേ? ഇത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹാലാണ് എന്ന് പറഞ്ഞ വാദത്തിന് ഒരു മാറ്റവുമില്ല. എന്തുകൊണ്ട് മാറ്റമില്ല? അതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഹാലുല്ലിൽ ഗൈർ എന്ന് പറഞ്ഞാൽ ഇബിലീസിന് സ്വമേധയാ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിന് കഴിവുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഇൽമു മുൻകടന്നതുകൊണ്ട് അവനത് സാധിക്കില്ല. ഇത് സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, സകല ഇമാമുമാരും വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ എത്ര തവണ വായിച്ചതാണ്, എത്ര ഇമാമുമാർ രേഖപ്പെടുത്തിയതാണ്. അപ്പം നിൻ്റെ 1ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞതിനെ മുഴുവനായി പരാമർശിക്കാതെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു പകിടകളിയാണ്. തട്ടിപ്പും വെട്ടിപ്പുമാണ്. കാരണം ഇബിലീസിന്റെ അനുയായി പോയില്ലേ? അത് ചെയ്തല്ലേ പറ്റൂ. ഇനി മോൻ 2ാമത്തെ ചോദ്യം ചോദിച്ചേ. 2 മുഹാലിൽ ഗൈർ, മറ്റൊരു കാര്യത്തിന് വേണ്ടി അസംഭവ്യമാകും. ഏതായി മറ്റൊരു കാര്യം? അല്ലാഹ് രേഖപ്പെടുത്തപ്പെട്ട ഇൽമിൽ അതിനെതിരുണ്ട്. ഈ രേഖപ്പെടുത്തപ്പെട്ട ഇൽമ്
മാറ്റാൻ പറ്റുന്ന ആളുകൾക്ക് ഇടപെട്ട് ഇത് മാറ്റിക്കൂടെ? അത് മാറ്റാൻ കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അത് നിങ്ങളെ മൗലിദിലുണ്ട്, അത് ഓസുല്ലാദം പറഞ്ഞിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മാറ്റിയ സംഭവം തന്നെ മടവൂർ ശൈഖുനായുടെ ചരിത്രത്തിലുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മാറ്റുമെന്ന് നീ വായിച്ച സ്വാഭിയിൽ തന്നെ ഉണ്ട്. മറുപടി പറയാ. രണ്ടാമത്തത് മറുപടി പറയാലോ, വളരെ സിമ്പിൾ അല്ലേ? ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ പോരെ? ചെറിയ വിഷയമാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് രേഖപ്പെടുത്തപ്പെട്ട ഇൽമ് എന്ന് പറഞ്ഞാൽ? ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതും ലൗഹുകളിൽ രേഖപ്പെടുത്തിയതും ഇങ്ങനെ പല രേഖപ്പെടുത്തലുകളും ഉണ്ടല്ലോ. സമ്മതിക്കുന്നുണ്ടോ? ഷഅറാനി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഷഅറാനി ഇമാം റഹിമഹുല്ല മറ്റ് ലൗഹുകളിൽ രേഖപ്പെടുത്തിയതും മായ്ക്കാൻ പറ്റും, എന്നാൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത് മായ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷഅറാനി ഇമാം നിങ്ങളുടെ നേതാവാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ആ കിതാബ് വായിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയോ? ഖണ്ഡനം പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതും മടവൂർ മൗലിദിലുള്ളതും ഇനി സ്വാവി ഇമാം പറഞ്ഞതും അതൊക്കെ നീ തന്നെ നിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇൽമ് 2 തരമാണ് എന്ന് മനസ്സിലായോ? മാറ്റാൻ പറ്റുന്നതും മാറ്റാൻ പറ്റാത്തതും. മാറ്റാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ. മാറ്റാൻ പറ്റാത്തൊരു ഇൽമുണ്ട് അള്ളാഹുവിന്, അത് ഖദീമായ ഇൽമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത് ഇനി ആർക്ക് മാറ്റാൻ പറ്റും? ഇതുവരെ എന്തായാലും ഇബ്ലീസ് മുസ്ലിം ആയിട്ടില്ലല്ലോ. ഇബ്ലീസ് മുസ്ലിം ആകാത്തത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ എപ്പോഴെങ്കിലും അവൻ മുസ്ലിമായാൽ ആ മാറ്റൽ വിശുദ്ധ ഖുർആനിൽ വരണ്ടേ? അതാരാണ് വിശുദ്ധ ഖുർആനിൽ എഴുതി ചേർക്കുന്നത്? ഈ പറഞ്ഞതൊക്കെ നസ്ഖ് ചെയ്യുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലില്ലല്ലോ, നബി തങ്ങൾക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ആര് മാറ്റും? നീ പറഞ്ഞതുപോലെ ഔലിയാക്കൾ ഇടപെട്ട് ഇബ്ലീസിന്റെ വിഷയത്തിൽ അവനെ മുസ്ലിമാക്കി കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ തിരുത്തിയിട്ട് വേറെ ആയത്തിറങ്ങണ്ടേ? അതാർക്കിറങ്ങും? ഈ ചോദ്യമൊക്കെ ഞാൻ മുമ്പ് കുറെ ചോദിച്ചതാണ്, മിണ്ടിയിട്ടില്ല. മിണ്ടാതെ ഓടി രക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ 5ാമത്തെ ചോദ്യത്തിനും മറുപടി പറയാതിരുന്നത്. തിരിഞ്ഞോ? ഇനി 3ാമത്തെ ചോദ്യം മോൻ ചോദിക്ക്. ഇനി 3ാമത്തത്, ഇതിന്റെ ഫൈനൽ എത്തിച്ചേർന്നത് എവിടെയാണ്? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ കഴിവുകെട്ട വാപ്പയോട് ഉപമിച്ചില്ലേ? ആ ഉപമിച്ച സംഭവം ഞങ്ങൾ വ്യക്തമാക്കി തന്നിരുന്നു. ഇപ്പോൾ നീ എവിടെയാണുള്ളത്? അത് പറയണം. പറയാലോ. മുമ്പ് എന്താണോ ഞാൻ പറഞ്ഞത് അവിടെ തന്നെയാണ് ഞാനുള്ളത്. എന്താ ഞാൻ മുമ്പ് പറഞ്ഞത്? നീ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ, നീ കേൾപ്പിക്കുന്നുണ്ടല്ലോ. അതൊന്ന് കേൾപ്പിച്ചേ, അപ്പൊ ബോധ്യപ്പെടും. അത് ആദ്യകാലത്ത് പറഞ്ഞു എന്ന് വെച്ചോടുക്ക്. തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു എന്ന് പാച്ച നോണയല്ലേ നീ പറഞ്ഞത്? അതെ, ഈ പറഞ്ഞെടുത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പേരിൽ നീ പറഞ്ഞത് പച്ച നുണയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തളർന്നു കിടക്കുന്ന പിതാവിനോട് ഉപമിച്ചിട്ടില്ല. ഉപമിച്ചു എന്ന് നിങ്ങൾ 3 കോളാമ്പികൾ നാടുനീളെ പറഞ്ഞു നടക്കുന്നത് പച്ച നുണയാണ്. അത് ആവർത്തിച്ചു പറയാൻ. ഇനി ബാക്കി ഭാഗം കൂടി ഞാൻ പറയുന്നുണ്ട്. പേരോട് ഉസ്താദ് പറഞ്ഞതും ഞാൻ അതിൽ കേൾപ്പിക്കുന്നുണ്ട്. അത് നൗഷാദ് കേൾപ്പിച്ചത് നിങ്ങൾക്ക് കേൾക്കാം. എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഒന്നിനും കഴിയാത്ത ഒരു വാപ്പയുടെ അടുത്തുപോയി എനിക്ക് വീടുണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ വാപ്പക്കത് കഴിയില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. ഉപമ എങ്ങോട്ടാണ്? പറയുന്ന കാര്യത്തിലേക്കാണ്, അല്ലാതെ തളർന്നു കിടക്കുന്ന വാപ്പയിലേക്കല്ല. ഉപമ എങ്ങോട്ടാണ്? പറയുന്നതിലേക്കാണ്, അല്ലാതെ തളർന്നു കിടക്കുന്ന വാപ്പയിലേക്കല്ല. അത് മനസ്സിലാക്കാൻ ആനത്തലയോളം ബുദ്ധിയൊന്നും വേണ്ട. ഇത് മനസ്സിലാക്കാൻ ആനത്തലയോളം ബുദ്ധിയൊന്നും വേണ്ട. അരിയാഹാരം കഴിച്ച് അല്പം ആൾ താമസം തലയിലുണ്ടായാൽ മതി. നിനക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയില്ലേ? സംശയമുണ്ടോ? അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയതാണ്. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഒരു അവസരമുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകും. എന്തായാലും പേരോട് ഉസ്താദ് പറഞ്ഞത് കേൾക്കാം. പേരോട് ഉസ്താദ് പറയുന്നത് കൃത്യമായി ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. എത്ര കൃത്യമാണ്! ഇതിന് ആൾതാമസം ഒന്നും വേണ്ട, മന്ദബുദ്ധിയായത്.
അല്ലല്ല, മന്ദബുദ്ധികൾക്ക് തിരിയില്ല. എന്തെങ്കിലുമൊക്കെ തിരിയണമെങ്കിൽ തലയിൽ കുറച്ച് ആൾതാമസമുള്ള ആളുകൾക്കേ തിരിയൂ. മന്ദബുദ്ധികൾക്ക് തിരിയുമെന്ന് വിചാരിച്ച് നടക്കുന്ന നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പലതും തോന്നും. അത് നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. കാരണം ചിന്ത ആ രീതിയിലായിപ്പോയി, വിവരവും ബുദ്ധിയും ബോധവും ഒക്കെ ആ കോലത്തിലായിപ്പോയ സാധുക്കളാണ്. എന്തായാലും ഇവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ വിഷയത്തിൽ ഞാനൊരു സംസാരം നടത്തിയിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുകയാണ്, അതിൻ്റെ മുശബ്ബഹ് ഏതാണ്, മുശബ്ബഹ് ബിഹി ഏതാണ്, വജുഹു ശബഹ് ഏതാണ് എന്നൊക്കെ. എന്നാൽ ഇവൻ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൗഷാദെ പറഞ്ഞേ, കേൾക്കട്ടെ. എന്തായാലും പറഞ്ഞേ, ഹബീബായ തങ്ങളോട് ഉപമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ഒരു കാര്യം വന്ന് പറയാണ്, എന്നെ സഹായിക്കണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്നെ സഹായിക്കണേ. ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് ഒരു മകൻ വാപ്പയോട് വന്ന് പറയാണ്. വാപ്പന്റെ അവസ്ഥ എന്താ? കഴിവ് കെട്ട വാപ്പ, തളർന്ന് കിടക്കുകയാണ്. തളർന്ന് കിടക്കുന്ന വാപ്പയോട് മകൻ വന്ന് പറയാണ്, എനിക്ക് വീട് വേണം. അപ്പൊ ഏതാ മുശബ്ബഹ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതാണ് മുശബ്ബഹ്, സാദൃശ്യപ്പെടുത്തപ്പെട്ട കാര്യം. ഏതാ മുശബ്ബഹ്? വളരെ കൃത്യമായി നൗഷാദ് തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉപമിക്കൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോണം. മുശബ്ബഹ് നൗഷാദ് പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതാണ് മുശബ്ബഹ്, സാദൃശ്യപ്പെടുത്തപ്പെട്ട കാര്യം. വളരെ കൃത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നതാണ് മുശബ്ബഹ്. നബിതങ്ങളല്ല കേട്ടോ, നബിതങ്ങളോട് ചോദിക്കുന്നതാണ് മുശബ്ബഹ്, സാദൃശ്യപ്പെടുത്തപ്പെട്ട കാര്യം. നബിതങ്ങളല്ല, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇനി മുശബ്ബഹ് ബിഹി ഏതാണ്? എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയതാ മുശബ്ബഹ് ബിഹി? അതേതാ? തളർന്നു കിടക്കുന്ന വാപ്പയോട് മകൻ ചോദിക്കുന്ന രംഗം, അതാണ് മുശബ്ബഹ് ബിഹി. അതെ, വളരെ കൃത്യമല്ലെങ്കിലും ഏകദേശം കൃത്യമാണ്. തളർന്നു കിടക്കുന്ന വാപ്പയോട് ചോദിക്കുന്ന രംഗമല്ല, ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അത് മുശബ്ബഹ് ബിഹിയാണ്. അതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം മുശബ്ബഹ്, തളർന്നു കിടക്കുന്ന വാപ്പയോട് വന്ന് ചോദിക്കുന്ന ചോദ്യം മുശബ്ബഹു ബിഹി. ഇതിൽ രണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാദൃശ്യപ്പെടുത്തലില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, നൗഷാദ് പറയുന്നത് ഞാൻ കേൾപ്പിക്കുകയാണ്. മുശബ്ബഹ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കുന്ന ചോദ്യം, അതിൽ നബി തങ്ങളെ സാദൃശ്യപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തത് തളർന്നു കിടക്കുന്ന വാപ്പയോട് വന്ന് ചോദിക്കുന്ന ചോദ്യം, അതിലുമില്ല. ഇനി വേണ്ടത് എന്താണ്? വജുഹു ശബഹാൻ. പറ നൗഷാദെ. ഏത് കാര്യത്തിലാണ് വജുഹു ശബഹ്? ഏത് കാര്യത്തിലാണ് സാദൃശ്യപ്പെടുത്താതെ വജുഹു ശബഹ്? വാപ്പ തളർന്നു കിടക്കുകയാണ്, നേരിട്ട് ചെയ്യാൻ കഴിയില്ല, ഇടപെടാനേ കഴിയൂ. ഇടപെടാനും ഒന്നിനും കഴിയില്ല പറഞ്ഞാൽ അപ്പൊ അതിനും കഴിയില്ല എന്നാണ് വരിക. എന്നാ പോട്ടെ. അപ്പൊ തളർന്നു കിടക്കുന്ന വാപ്പക്ക് ഇടപെടാനേ കഴിയൂ, വേറെ ആളോട് പറയാൻ. അതാണ് വജുഹു ശബഹ്. അതെ, വളരെ കൃത്യമാണ്. തളർന്നു കിടക്കുന്ന വാപ്പയോട് ഇടപെടാൻ പറയുന്നതാണ് വജുഹു ശബഹ്. ഈ മൂന്നെണ്ണത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാദൃശ്യപ്പെടുത്തലുണ്ടോ? തലയിൽ ആൾതാമസം വേണം, മന്ദബുദ്ധിയായാൽ പറ്റൂല. അപ്പൊ പിന്നെ ഇനി മുശബ്ബഹും മുശബ്ബഹു ബിഹിയും വജുഹു ശബഹും ഒക്കെ ഞാൻ പറയുന്നത് എന്തിനാണ് ചങ്ങാതി? നീ തന്നെ പറഞ്ഞു, ആ പറഞ്ഞത് ഞാൻ ശരിവെക്കുന്നു. ഇതിലെവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാദൃശ്യപ്പെടുത്തലുള്ളത്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ പറഞ്ഞത് പച്ച നുണയാണ്. അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു. ഇനി നിന്റെ നാലാമത്തെ ചോദ്യം എന്താ? മാത്രല്ല ഈ അവിടെ ചോദിച്ചിട്ടുണ്ടെന്ന്, ഇനി അഥവാ പേരോട് പറഞ്ഞത് കഴിവുകെട്ട വാപ്പയോട് ഉപമിച്ചതാണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഇതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? നാലാമത്തെ ചോദ്യം. നല്ല ചോദ്യമാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നല്ലേ? ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ എന്താണ് ആ പറഞ്ഞത്? ആ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. നൗഷാദെ, നീ അത് കേൾപ്പിക്കുന്നുണ്ടല്ലോ. അതുകൂടി കേൾക്കുമ്പോൾ വളരെ കൃത്യമായി കേൾപ്പിക്കും നൗഷാദെ. ഇനി ഈ ചങ്ങാതി പറഞ്ഞതുപോലെ കഴിവ് കെട്ട വാപ്പായോട് നബിതങ്ങളെ ഉപമിച്ചു എന്ന് ഒരു വാദത്തിന് വേണ്ടി നമ്മൾക്ക് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഒരിക്കലും അത് പേരോട് ഉസ്താദ് പറയുന്നില്ല കേട്ടോ. അതിനെ ന്യായീകരിക്കാൻ ഇസ്തികൊക്കെ കൊണ്ടുവന്ന് പേരോട് പറഞ്ഞത് അവശനായ വാപ്പയോട് ഉപമിച്ചാൽ തന്നെ പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. ഈ വാദത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നാലാമത്തെ ചോദ്യം. അതെ, വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതെന്റെ വാദമല്ല. നീ അങ്ങനെ തളർന്നു കിടക്കുന്ന വാപ്പയോട് നബിതങ്ങളെ ഉപമിച്ചു എന്ന് വാദിക്കുന്നു.
അതിനി തൽക്കാലത്തേക്ക് സമ്മതിച്ചാൽ തന്നെ, ഞാൻ ഇഷ്ടികയുടെ തെളിവൊക്കെ കൊണ്ടുവന്നെന്ന് നീ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഹദീസ് വായിച്ചതുമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം തന്നെ നബി തങ്ങൾ അനല്ലബിന, ഞാനാണ് ആ ഇഷ്ടിക. അവിടെ നിങ്ങളുടെ വാദമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇടപെടാൻ പറഞ്ഞ വിഷയത്തെ തളർന്നു കിടക്കുന്ന വാപ്പയോടൊക്കെയാക്കി ഉപമിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. ഇനി വാദത്തിന് വേണ്ടി എന്ന് പറഞ്ഞതോടുകൂടി അതെൻ്റെ വാദമല്ല എന്ന് കൃത്യമാവുകയും ചെയ്തു. ഞാനതിൽ ഉറച്ചു നിൽക്കാണ്. പിന്നെ ഇനി നിങ്ങളുടെ വാദമാണ്. നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നിട്ട് ചോദിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ഉപമിച്ചത് ഇഷ്ടികയോടാണ്. വേറെ എന്തെല്ലാം ഉദാഹരണം പറയാനുണ്ട്. ഇഷ്ടിക എന്ന ജീവനില്ലാത്ത മണ്ണുംകെട്ടയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളെ തന്നെ ഉപമിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കില്ലേ എന്നാണ് ഞാൻ ആ പറയുന്നത്. മനസ്സിലായോ? മന്ദബുദ്ധിയായ മനസ്സിലാകൂല. അപ്പം എൻ്റെ വാദത്തിൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ, അതിൽ നിന്ന് മാറാനായിട്ട് ഞാൻ ഇബ്ലീസ് ത്വരീഖത്തുകാരനല്ലല്ലോ. 15 കൊല്ലം മുമ്പ് പറഞ്ഞതൊക്കെ അതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗമാണ്. ഇനി 2013 മുതൽ പറഞ്ഞതേ സ്വീകരിക്കുള്ളൂ. ഇനി പറഞ്ഞത് തന്നെ മാറ്റിപ്പറയാ. ഈ പണിയൊന്നും ഞങ്ങൾക്കില്ല ചങ്ങാതി. ഞങ്ങൾ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കാണ്. മോൻ ഇനി 5ാമത്തെ ചോദ്യം ചോദിക്ക്. ഇനി അതിനെ തുടർന്ന് താങ്കൾ പറഞ്ഞു കഴിവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? 5ാമത്തെ ചോദ്യം, ഇത് വിട്ടോ, എന്താ അതിനെ കുറിച്ച് മിണ്ടാത്തത്? ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? വെക്ക് അടുത്ത് വെക്ക്. ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നല്ലേ വെക്ക് എന്ന് പറയുന്നില്ലേ? അതും കൂടി കേട്ടിട്ട് ഞാൻ പറയാം. അടുത്ത് വെക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ? അത് വലിയ എന്തോ കുഴപ്പം പോലെയൊക്കെയാണ് ഇവൻ സമൂഹത്തിൽ ഒരു പ്രശ്നമായി തോന്നുന്നില്ല. ഇത്രയും കാണിച്ചാൽ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നല്ല, അത് വലിയ പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി കേൾപ്പിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല നൗഷാദെ. ക്ലിപ്പ് കട്ട് ചെയ്യരുത്. ഒരാൾ പറയുമ്പോൾ ആ ആശയം പൂർത്തിയാകണം, എന്നിട്ടാണ് ക്ലിപ്പ് കട്ട് ചെയ്യേണ്ടത്. ഇത് നീയോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പറഞ്ഞ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്തു. അതിൻ്റെ ബാക്കി എൻ്റെ അടുത്ത് ഉണ്ടാകുമെന്നെങ്കിലും നിനക്ക് മനസ്സിലാക്കാനുള്ളൊരു ബോധം വേണ്ടേ? തൽക്കാലം പിടിച്ചു നിൽക്കാം, ഒരാശ്വാസം. പിന്നെ അന്തവും കുന്തവും ഇല്ലാത്ത കുറച്ച് അനുയായികളുണ്ടല്ലോ, അവരിങ്ങനെ പ്രചരിപ്പിച്ചോളും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും. എന്താ ഞാൻ പറഞ്ഞത്? അത് മുഴുവൻ കേട്ടാൽ ഒരു പ്രശ്നവും ഇല്ല. കേട്ടു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ? അത് വലിയ എന്തോ കുഴപ്പം പോലെയൊക്കെയാണ് ഇവൻ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാബി ഇമാമ് വഹാബിയാണോ? നീ മറുപടി പറയണം. അടുത്തത് ഞാൻ വായിക്കുന്നു, സൈനി ദഹ്ലാൻ വഹാബിയാണോ? വഹാബികൾക്കെതിരെ എഴുതിയ കിതാബിലാ പറയുന്നത്. എന്താ പറയുന്നത്? ലി അന്ന മആസിറു അഹ്ലിസ് സുന്ന, നമ്മൾ അഹ്ലുസ് സുന്നയുടെ ആളുകളാണ്. ലാ നഅ്തഖിദു, നമ്മൾ വിശ്വസിക്കുന്നില്ല, തഅ്സീറൻ, ഒരു പ്രതിഫലനം ഉണ്ടാക്കലിനെ, വലാ ഖൽഖൻ, സൃഷ്ടിക്കലിനെയും, വലാ ഈജാദൻ, ഉണ്ടാക്കലിനെയും, വലാ ഇഅദാമൻ, ഇല്ലാതാക്കലിനെയും, വലാ നഫ്അൻ, ഉപകാരം ചെയ്യലിനെയും, വലാ ദർറൻ, ഉപദ്രവം ചെയ്യലിനെയും, ഇല്ലാ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു തആലയ്ക്കല്ലാതെ. ഇതുവരെ കേട്ടാൽ ആ പറഞ്ഞതിനൊരു പ്രശ്നമില്ല. കാരണം എൻ്റെ വക പറഞ്ഞതല്ല. സ്വാമി ഇമാമിൻ്റെ ഇബാറത്ത് വായിച്ചു, അതിനെക്കുറിച്ച് മിണ്ടാട്ടയില്ല. അടുത്ത പേജിലേക്കാണ് ചാടിയത്. എന്നിട്ട് പറഞ്ഞാണ് ഈ പറഞ്ഞതിന് മറുപടി അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ആ പറഞ്ഞത് എന്ന്. ഉളുപ്പുണ്ടോ ചെങ്ങാതി? ആ പറഞ്ഞത് എന്താണെന്ന് ആദ്യം വിശദീകരിക്കണ്ടേ? അത് ചർച്ച ചെയ്യണ്ടേ? അത് കഴിയുമ്പോഴല്ലേ അടുത്ത പേജിലേക്ക് ചാടുക. സ്വാവിയെക്കുറിച്ച് മിണ്ടിയില്ല. ഇപ്പം സൈനി ദഹ്ലാനും പറഞ്ഞത് ഞാൻ വായിച്ചിട്ടാ പറഞ്ഞത്. അത് ഏതർത്ഥത്തിലാണ് എന്നൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പ് മുറിച്ചാൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഇനി മോൻ്റെ അടുത്ത ചോദ്യം എന്താണ്? ഈ ചോദ്യത്തിൻ്റെ കാര്യം ക്ലിയർ ആയില്ലേ? ആ പറഞ്ഞത് ക്ലിപ്പ് കട്ട് ചെയ്തതാണ്, അതാണ് അതിൻ്റെ മറുപടി. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ അവിടെ പറയും. വലിയ ഏടത്തിനർ കഴിഞ്ഞ പ്രസംഗത്തിൽ അറിയാതെ പൂച്ച പുറത്തെയാടി. എന്താണ് പറഞ്ഞതെന്നറിയോ? കറാമത്ത് മുഅ്ജിസത്തൊക്കെ അല്ലാഹ് അവരിലൂടെ പ്രകടമാക്കുകയാണ്. ഓൽക്കതിൽ പ്രത്യേക റോളൊന്നുമില്ല. ഇതല്ലേ വഹാബി ഇവിടെ പറഞ്ഞ ചങ്ങായി. ഇതാൻ്റെ 5ാമത്തെ ചോദ്യം. പിന്നെയും 5ാമത്തെ ചോദ്യം. നേരത്തെ ചോദിച്ചതും 5ാമത്തെ ചോദ്യമായിരുന്നു. ഇപ്പം വീണ്ടും 5ാമത്തെ ചോദ്യം. ഞങ്ങളൊക്കെ 5 കഴിഞ്ഞ 6 എന്നാണ് പഠിച്ചിട്ടുള്ളത്. മന്ദബുദ്ധികളാകുമ്പോൾ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും പലതും ഉണ്ടാവും. പോട്ടെ, പാവങ്ങളല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കുറ്റപ്പെടുത്തണ്ട. 5 കഴിഞ്ഞാൽ നൗഷാദെ പിന്നെ 6 എന്തോ ആകട്ടെ. 5 ആണെങ്കിലും 6 ആണെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ചോദ്യം എത്ര വേണം ഞങ്ങൾ നേരിടും. ഇതുപോലെ കാണിച്ച് കൃത്യമായി മറുപടിയും പറയും, ഒരു സംശയമില്ല. എന്തായാലും ഈ പറഞ്ഞത് അമ്പിയാക്കൾ ഔലിയാക്കൾ മുഅ്ജിസത്തും കറാമത്തും
അതിനെക്കുറിച്ചാണല്ലോ ഇപ്പൊ പറഞ്ഞത് 5ാമത്തെ ചോദ്യമായിട്ട്. അതിനെക്കുറിച്ച് നൗഷാദിന് എന്തോ ഒന്ന് പറയാനുണ്ട്. എൻ്റെ ക്ലിപ്പും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ഞാൻ പറയുന്നതും കേൾക്കുക, അതിനുശേഷം നൗഷാദ് പറയുന്നതും കേട്ടോളൂ. അപ്പൊ എന്താണെന്ന് ബോധ്യപ്പെടും. പറഞ്ഞിട്ടുള്ളൂ അവിടെ ഇതിന്റെ പോയിന്റിലെത്തി. 5ാമത്തെ ചോദ്യം, ഇത് AP സുന്നിയുടെ വിശ്വാസം തന്നെയാണോ? പൂർത്തിയാക്കണം നമുക്ക്. വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളത് കൊണ്ട് അള്ളാഹു തആല അവർക്ക് കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയല്ല. അവരിലൂടെ അള്ളാഹു തആല പ്രകടമാക്കുന്ന അത്ഭുത കാര്യങ്ങൾ, അതിനുള്ള ശേഷി അള്ളാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അവരെ അള്ളാഹു അത്തരത്തിൽ ആദരിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കറാമത്തുകൾ വന്നിട്ടുണ്ട്, അവരിൽ നിന്ന് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കഴിവല്ല, അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കഴിവുമല്ല, അള്ളാഹുവിന്റെ കഴിവാണ്. ഇതല്ലേ തനി വഹാബിസം? എല്ലാത്തിന്റെയും കൂടെ ഒരു വഹാബിസം എന്ന് ചേർത്ത് കൊടുത്താൽ പൂർത്തിയായി എന്നാണ് ആ സാധു വിചാരിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അതേ വാദം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ മുഅ്ജിസത്ത്, കറാമത്ത്, അത് അള്ളാഹു വെളിവാക്കുന്നതാണ്. അത് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനമാണ്. ഇതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഇതേ കാര്യത്തെക്കുറിച്ച് നൗഷാദിന് എന്താ പറയാനുള്ളത്? കേൾക്കാം നമുക്കേ. നമ്മൾ പറയുന്നത് എന്താ? എല്ലാ കഴിവും അള്ളാഹ്ക്കുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലേ? എല്ലാ കഴിവും അള്ളാഹുവിൻ്റെതാണ്. അത് ഇവരും സമ്മതിക്കുന്നുണ്ട്. ഇനിയോ ആ അല്ലാഹു തആല അവന്റെ ആളുകൾക്ക് സ്പെഷ്യൽ മഖാമുകൾ നൽകുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ മഖാമു എന്ന വാക്കല്ല ഉപയോഗിച്ചത് എന്ന് മാത്രം. അല്ലാഹു തആല അവന്റെ ഔലിയാക്കൾക്ക് പ്രത്യേകമായ ആദരവ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനിയോ ആ മഖാമ് സ്ഥാനമുള്ള ആളുകൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അവര് ചെയ്യുമ്പോ അള്ളാഹു അതിനെ ഹൽക്ക് ചെയ്യുന്നു. അതെ, അള്ളാഹു അതിനെ ഹൽക്ക് ചെയ്യും. അതല്ലേ ഞാൻ പറഞ്ഞത്? അള്ളാഹു തആല അവരിലൂടെ വെളിവാക്കുകയാണ് എന്ന്. അപ്പൊ ആരാണത് ചെയ്യുന്നത്? അള്ളാഹു തആല. ഞാൻ പറഞ്ഞതും നൗഷാദ് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ സാധുവിനത് തിരിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി പറ. അപ്പൊ അത് ചെയ്തു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകുകയാണ്. ചെയ്തു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകുകയാണ്. അത് ഞാൻ പറഞ്ഞതാണ്. അള്ളാഹു തആല അതിന് ശേഷി അവർക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമല്ലേ? ഇനി പറ. ഓൽക്ക് കഴിവുണ്ട്, ഓരോ നിയന്ത്രണത്തിലുമാണത്. അവിടെയാണ് പ്രശ്നം. അവരുടെ നിയന്ത്രണമല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. നിങ്ങളുടെ വിശ്വാസം മൊബൈൽ ഫോൺ കൊടുത്താൽ മൊബൈൽ ഫോൺ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. പിന്നെ അള്ളാഹുവിന് അവിടെ ഒന്നുമില്ല. അത് ശരിയല്ല. നിയന്ത്രണം അള്ളാഹുവിൻ്റെതാണ്. ഇനി പറ. മേലെയാ നിയന്ത്രണം അള്ളാഹ്ക്കുണ്ട്. അതിവിടെ ചർച്ചയില്ല. അത് എല്ലാത്തിലും അങ്ങനെയാണ്. അതുകൂടി പറയണം. അത് ചർച്ചയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റണതല്ല. ഇപ്പൊ സമ്മതിച്ചു, മേലെയുള്ള ഒരു നിയന്ത്രണം എല്ലാത്തിലും ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. എല്ലാത്തിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. പറ. അവരുടെ ഇഷ്ടത്തിലും നിയന്ത്രണത്തിലുമായി കറാമത്ത്, മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ ഔലിയാക്കന്മാർക്ക്, അമ്പിയാക്കന്മാർക്ക് കഴിയും എന്നതാണ് അഹ്ലുസുന്നയുടെ വാദം. അഹ്ലുസുന്നയുടെ വിശ്വാസം അത് തന്നെയാണ്. അമ്പിയാ, ഔലിയാ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറാമത്ത്, മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയും. കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എന്ന് തെളിയിക്കാൻ നിനക്ക് കഴിയോ നൗഷാദെ? ഞാൻ വെല്ലുവിളിക്കാൻ. തെളിയിച്ചാൽ നീ പറയുന്ന പണി ഞാൻ എടുക്കും. അമ്പിയാ, ഔലിയാഇനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറാമത്തും മുഅ്ജിസത്തും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതെന്താ? ആ കഴിവും അവരുടെ നിയന്ത്രണത്തിലല്ല എന്നാണ്. അതാണോ ഇപ്പൊ എന്നെ വഹാബിയാക്കാൻ നീ കണ്ടുപിടിച്ച കാര്യം? ഞാൻ പറഞ്ഞത് തന്നെയാ നൗഷാദും പറഞ്ഞത്. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്താണ്? ആ കഴിവും അവരുടെ നിയന്ത്രണത്തിലല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ കിതാബുകൾ വായിച്ച് തെളിയിക്ക്. കറാമത്ത്, മുഅ്ജിസത്തിന്റെ തഅരീഫ് എന്താണെന്ന് പഠിച്ചാൽ മതി. മഹാനായ ഇമാം റംലിയൊക്കെ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചു നോക്ക്. അപ്പൊ കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കിതാബ് വായിച്ച് തെളിയിക്കുന്ന ഉഷാദെ. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഒന്ന് ആവർത്തിച്ചേ കേൾക്കട്ടെ. കറാമത്ത്, മുഅ്ജിസത്തിൽ ഔലിയാക്കൾക്ക് കഴിവില്ലെന്നും നിയന്ത്രണമില്ലെന്നും ഇഷ്ടപ്രകാരം അത് സംഭവിക്കുകയില്ല എന്നും താങ്കൾ ഈ പറഞ്ഞ വാദം AP സമസ്തയുടെ മുശാവറ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഞങ്ങൾ 5ാമത്തെ ചോദ്യം. ആ ചോദ്യത്തില് ചിലതൊക്കെ ഇയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് വെട്ടിപ്പ് നടത്തി. ഔലിയാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറാമത്ത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇനി അവരുടെ കഴിവല്ല എന്ന് പറഞ്ഞത് ശരിയല്ലേ? നൗഷാദെ, നീയും അത് പറഞ്ഞില്ലേ? അല്ലാഹു തആലയാണ് അവിടെ ഹൽക്ക് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരല്ലത് ചെയ്യുന്നത്, അള്ളാഹു ആണ് ചെയ്യുന്നത്.
ഇനി അവരുടെ നിയന്ത്രണത്തിലാണോ? എല്ലാ നിയന്ത്രണവും മേലെ നിന്നുണ്ട് എന്ന് നീയും പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ AP സമസ്തയുടെ മുശാവറ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ മൂപ്പരുടെ വലിയ ചോദ്യം. നീ പറഞ്ഞത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി അത് AP സമസ്തയുടെ മുശാവറയുടെ തീരുമാനത്തിന് വിടേണ്ട ആവശ്യം പോലും ഉണ്ടോ ചങ്ങാതി? ഇനി മോൻ അടുത്ത ചോദ്യം ചോദിക്കും. വെറുതെ എല്ലാം മൂപ്പര് ചോദിക്കും, മറുപടിയും മൂപ്പര് പറയും. ഇങ്ങനെ ഒരു സാധനം ചോദിക്കും. ഇനി ആറാമതൊന്നുകൂടിയാണ് ചോദിക്കാണ്ടത്. തവസ്സുലും ഇസ്തിഗാസയൊക്കെ ഒന്നാണ്, പ്രത്യേക ചോദ്യമൊന്നും അതിലില്ല, ഓലെ ബറക്കത്ത് കൊണ്ട് നടക്കുകയാണ്. തവസ്സുലും ഇസ്തിഗാസയും അതിനെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. 7ാമത്തെ ചോദ്യമാണ് 6 എന്നാണ് പറയുന്നത്. എന്തോ ആകട്ടെ, ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾപ്പിക്കുന്നു കൂടിയുണ്ട്. അതെന്തായാലും നന്നായി, കേൾപ്പിച്ചോളൂ. അവന്ന് പറയട്ടെ. പറയും ാക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് മഹാനവറുകൾ പറയാൻ ഫത്തവസ്സുലു വത്തശഫ്ഫുഉ വൽ ഇസ്തിഗാസതു കുല്ലുഹാ ബിമഅനം വാഹിദ്. ശഫാഅത്ത് തേടലാണെങ്കിലും തവസ്സുൽ ചെയ്യലാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും എല്ലാം ഒരൊറ്റ അർത്ഥത്തിനാണ്. വലൈസ ലഹാ ഫീ ഖുലൂബിൽ മുഅ്മിനി മഅനൻ ഇല്ല തബറുകു ബിദിക്രി അഹിബ്ബാഇല്ലാഹി തആല. ഇങ്ങനെ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ മഹാന്മാരുടെ പേരു പറയൽ കൊണ്ടുള്ള ബറക്കത്തല്ലാതെ വേറെ ഒരു അർത്ഥവുമില്ല എന്ന് രേഖപ്പെടുത്താൻ. ഇതാണോ AP സമസ്തയുടെ വിശ്വാസം? നല്ല ചോദ്യമാണ്. ഇത് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഞാൻ വായിച്ചത് കണ്ടില്ലേ, ഒരു കിതാബ് ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നില്ലായിരുന്നോ? അത് ആരുടെ കിതാബാ? സൈനി ദഹ്ലാൻ റഹിമഹുല്ല എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ച വഹാബികൾക്കെതിരെ സമരം ചെയ്ത ഒരു മഹാപണ്ഡിതൻ രേഖപ്പെടുത്തിയതാണ്. എന്തു പറയാനുണ്ട്? ആ വിശ്വാസം തന്നെയാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇബ്ലീസ് ത്വരീഖത്തിന്റെ വിശ്വാസമല്ല. ഇബ്ലീസ് ത്വരീഖത്തിന്റെ വിശ്വാസം പറയുന്നത് കേക്ക്. ഈ സഹായം തേടുമ്പോൾ അവരെ ബറക്കത്തോണ്ട് അല്ല തരാ എന്ന മയനേ ഉള്ളൂ, നേരിട്ട് അവര് തരുന്ന സംഭവം ഇല്ല. അപ്പൊ അല്ല തരുന്നതല്ലേ നൗഷാദേ ഇത്? ഇബ്ലീസ് ത്വരീഖത്തുകാര് നേരിട്ട് അവര് തരുകയാണ് എന്നാണോ വിശ്വസിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഞങ്ങളുടെ വിശ്വാസം അല്ല തരുന്നതാണെന്നാണ്. അത് AP സമസ്തയുടേതാണെങ്കിലും EK സമസ്തയുടേതാണെങ്കിലും ഏതു സുന്നികളുടേതാണെങ്കിലും വിശ്വാസം അള്ളാഹു തരുന്നതാണ്, അവരിലൂടെ തരുന്നതാണ്. ഇതാ ഞങ്ങളുടെ വിശ്വാസം. എന്നിട്ടോ ഞാൻ വായിച്ചു എന്ന് നീ പറയുന്നില്ലേ? പറ. തങ്ങൾ വായിച്ചല്ലോ, വായിച്ച കിതാബ് കറക്റ്റ് അല്ല, അത് വേറൊരു കാര്യം. അത് മുമ്പ് വ്യക്തമായി പിന്നെ പറയുന്നുണ്ട്. വായിച്ച കിതാബ് കറക്റ്റ് അല്ല, അത് വേറെ കാര്യം, അത് പിന്നെ പറയുന്നുണ്ട് എന്നാണ്. ഒരു വിഷയം പറയുമ്പോൾ അതങ്ങ് പറഞ്ഞു പോലെ ഉഷാദെ, അപ്പോഴല്ലേ ആളുകൾക്ക് ബോധ്യപ്പെടുള്ളൂ. അത് പിന്നത്തേക്ക് വെക്കണത് എന്തിനാ? സൈനി ദഹ്ലാൻ എഴുതിയത് ഞാൻ വായിച്ചു, അത് കൃത്യമായി തന്നെ ഞാൻ വായിച്ചു, അത് പിന്നത്തേക്കാക്കണ്ട. ഇപ്പൊ പറഞ്ഞുകൂടായിരുന്നോ? എത്ര സമയം ഉണ്ടായിരുന്നു, എത്ര അവസരം ഉണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞുകൂടായിരുന്നോ? പിന്നത്തേക്ക് വെക്കുക. എന്റെ ചോദ്യം അതല്ല, ഈ പറഞ്ഞ വിശ്വാസത്തിലാണോ ഈ AP ഗുണ്ടകൾ ഉള്ളത്, അല്ല AP സമസ്തക്കാർ ഉള്ളത്? ഗുണ്ടകളെന്നൊക്കെ ഒന്ന് പറഞ്ഞു, പെട്ടെന്നങ്ങ് മാറ്റി. എന്താണെന്നറിയോ, മുമ്പൊരിക്കൽ AP ഉസ്താദിനെ ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 സ്ഥലത്ത് സംസാരിച്ചിരുന്നു. നോട്ടീസ് കയ്യിൽ കിട്ടിയേ. നമ്മുടെ കുഞ്ഞഹമ്മദ് കോടതിയിലൊക്കെ മധ്യസ്ഥനെ ഇടനിലക്കാരനെയൊക്കെ ആക്കിയിട്ടൊരു ചർച്ചയൊക്കെ നടന്നു. ഇപ്പം പേടിയുണ്ടത് പറയാൻ. എന്തോ ആകട്ടെ, AP സമസ്തയുടെ വിശ്വാസം സൈനി ദഹ്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വായിച്ച അതേ വിശ്വാസമാണ്. അല്ലാന്ന് നീ തെളിയിക്ക്. ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്ക്. അഇമ്മത്തുകളുടെ കിതാബുകൾ ഞാൻ എടുക്കും. സുബിക്കി ഇമാമിന്റെ ഷിഫാഉ സക്കാമൊക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഞാൻ എടുത്ത് വായിക്കുന്നു. പക്ഷേ അതെ, നീ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിന്റെ 6 ചോദ്യങ്ങളും 7 ചോദിച്ചു, 6 എണ്ണി. ആ ചോദ്യങ്ങൾക്ക് മുഴുവനും ഞാൻ അക്കമിട്ട് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചോദ്യത്തിൽ ഒരെണ്ണത്തിനെ നീ മുക്കി, വേറൊരെണ്ണത്തിന് മറുപടി പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ 3 മറുപടി ദുർവ്യാഖ്യാനവുമാണ്. അതുകൊണ്ട് ചോദ്യം നിലനിൽക്കുകയാണ്. ഒന്നുകൂടി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, വളരെ കൃത്യമാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി വ്യക്തമായി പറയും. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഇബാറത്ത് വായിക്ക്, തൊള്ളബടായി വേണ്ട. ഷഅറാനി ഇമാം പറഞ്ഞ ഇബാറത്ത് വായിക്ക്, തൊള്ളബടായി വേണ്ട. അതുപോലെ സ്പെഷ്യൽ ഇടപെടലിന് ഇബാറത്ത് വായിക്ക്, തൊള്ളബടായി വേണ്ട. നമ്പർ പുറത്തുവിട്, നമ്പർ ഇറക്കി കളിക്കരുത്. പിന്നെ ഞാൻ ചോദിച്ചത്, ഇബ്ലീസ് എങ്ങാനും മുസ്ലിം ആയാൽ ഈ ആയത്തുകൾ, ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എന്ത് ചെയ്യും? എണ്ണി മറുപടി പറ. അതൊന്ന് കേൾക്കട്ടെ, തെളിവുകൾ സഹിതം പറ. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ പറമോനെ. ആണാണെങ്കിൽ പറഞ്ഞ ഉഷാദെ, പോയത്തം പറഞ്ഞ് നടന്നാൽ മതിയോ? ഇബ്ലീസിനെ കൂട്ടുപിടിച്ചിട്ട്. അള്ളാഹു നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.